വളരെ കഷ്ടതയോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ് അവൾ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിയെത്തിയത്. പ്രവാചകൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താണുള്ളതെന്നാണ് ആ പ്രവാചകൻ ചോദിച്ചത്. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് ആ പ്രവാചകനോട് പറയുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു കൊമ്പ് എണ്ണയുണ്ടെങ്കിൽ ഒരു പ്രവാചകന് അഭിഷേകം ചെയ്യാൻ പറ്റും. ഒരു കൊമ്പ് എണ്ണയുണ്ടെങ്കിൽ ഒരു പുരോഹിതന് അഭിഷേകം ചെയ്യാൻ പറ്റും. ഒരു കൊമ്പ് എണ്ണയുണ്ടെങ്കിൽ ഒരു പ്രഭുവിന് അഭിഷേകം ചെയ്യാൻ പറ്റും. അർത്ഥം എന്നാണെന്നറിയാമോ സഹോദരിയെ? നിന്റെ വീട്ടില് വേറെ ഒന്നും നിന്റെ ജീവിതത്തിനകത്തില്ലെങ്കിലും ഒരു ഭരണി എണ്ണ നിന്റെ വീട്ടിനകത്തുണ്ടല്ലോ. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഒരു ഭരണ എണ്ണ നിന്റെ ജീവിതത്തിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിലുള്ളതെല്ലാം വിറ്റ് അവൾ പലിശ അടച്ചും കടം വീട്ടിയും അവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുവാണ്. പക്ഷേ അവള് എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവിടെ വീട്ടിലെ ആ എണ്ണയെ അവൾ സൂക്ഷിക്കാൻ തയ്യാറാക്കി. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും എണ്ണ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ആ എണ്ണ, തീയ്, കാറ്റ് ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നിന്റെ വീട്ടിൽ ദൈവകൃപയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അർത്ഥം, എല്ലാം നഷ്ടപ്പെട്ടാലും രാജാവിനെയും പുരോഹിതനെയും പ്രഭുവിനെയും അഭിഷേകം ചെയ്യാൻ കഴിയുന്ന ഒരു അഭിഷേകം നിന്റെ വീട്ടിനകത്തുണ്ട്. നിന്റെ വീട്ടിലെ അഭിഷേകത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ തയ്യാറാണെങ്കിൽ, അഭിഷേകത്തിൽ നിന്ന് ജ്വലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, അഭിഷേകത്തിൽ നിന്ന് പകരാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു വരും.